Hello. Welcome to Market Discussion of the Day. Today, December 4th, 2025, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എന്താ പറയുക, യൂട്യൂബിൻ്റെ ലിങ്ക് ഉണ്ടാവും. ഫസ്റ്റ് 2 എപ്പിസോഡ്സാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള എപ്പിസോഡ്സ് എല്ലാ വീക്കെൻഡിലും വരുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവാണ്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും ആ ഒരു യൂട്യൂബ് ലിങ്ക് കയറി കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഉറപ്പായിട്ടും അഭിപ്രായവും പറയണം, കമൻറ്റ് ചെയ്യണം, അതേപോലെ ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണം. അതേപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഇത് എത്തിച്ചു കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്. സോ ഇന്ന് നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം എന്ന് പറയുന്ന ഒരേ ഒരു ന്യൂസാണുള്ളത്, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ന്യൂസാണ് നമുക്കുള്ളത്. ഓക്കെ, സോ നമ്മൾ ഫോറക്സ് ഫാക്ടറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺഎംപ്ലോയ്മെന്റ് ചേഞ്ച് എന്ന് പറയുന്ന ക്ലെയിംസ് എന്ന് പറയുന്ന ഒരു ന്യൂസാണുള്ളത്. ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് ഒരു പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. ആ ഒരു സമയത്ത് ഉറപ്പായിട്ടും മാർക്കറ്റിലൊരു എന്താ പറയുക, ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് ആ ഒരു സമയത്തുണ്ടാവും. അല്ലാതെ വേറെ ന്യൂസുകളൊന്നും തന്നെ ഇല്ല. സോ നാളെ നോക്കിക്കഴിഞ്ഞാൽ നാളെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. 3 മണിക്ക് കോർ PCI പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഭയങ്കര വലിയ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലാത്ത ഒരു ന്യൂസാണ് നാളെ വരുന്നത്. സോ അതുകൊണ്ടിട്ട് തന്നെ നാളെ നമുക്ക് ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. അതിന് മുന്നേ ആയിട്ട് എനിക്ക് പൊളിറ്റിക്കൽ സൈഡിൽ എന്നുള്ള കാര്യം പറയാനായിട്ടുള്ള എന്താ വെച്ചാൽ, സോ നമുക്കറിയാം നമ്മളുടെ ഗോൾഡിൻ്റെ നമ്മൾ US-ഉം റഷ്യയും തമ്മിലുള്ളൊരു മീറ്റിംഗ് പ്രോപ്പറായിട്ട് മീറ്റിംഗ് റിഗാർഡിങ് യുക്രൈൻ റഷ്യ വാർ അല്ലേ. സോ അത് നടന്നിട്ടുണ്ടായിരുന്നു, മൺഡേയിൽ നടന്നിട്ടുണ്ടായിരുന്നു. സോ അത് പ്രോപ്പറായിട്ടുള്ളൊരു ഒരു ബലം കണ്ടില്ല, ഒരു പ്രോപ്പർ പീസ് ഡീൽ ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. സോ അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിൻ്റെ വില പെട്ടെന്ന് താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. നമുക്കറിയാം ഗോൾഡിൻ്റെ പ്രൈസൊക്കെ നമ്മൾ കാണാൻ നേരത്ത് ഇപ്പം നമ്മൾ ഗോൾഡിൻ്റെ പ്രൈസിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കിന്ന് ഗോൾഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഗോൾഡ് ഇന്ന് രാവിലെ വന്നപ്പോഴും 4174 അവിടെ സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയും ചെയ്തു. ഒരു 1 അവർ ക്യാൻഡിൽ പോലും 4180 താഴെയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് കാണുകയും ചെയ്യാം അല്ലേ. സോ ഉറപ്പായിട്ടും നമ്മൾ ഇന്നലെ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി 4200 അവിടുന്ന് ബൈ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറഞ്ഞത്. 4200 അവിടുന്ന് ബൈ ചെയ്ത്, കാരണം ഇന്നലെ ഒറ്റ ക്യാൻഡിൽ എല്ലാ ക്യാൻഡിൽസും 4200 മുകളിലായിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഒരു ഒറ്റ ക്യാൻഡിൽ മാത്രം 4194 വരെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വൈഡാണ്, $25 സ്റ്റോപ്പ് ലോസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സോ അത് ഓൾമോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓൾമോസ്റ്റ് 4240 വരെയുള്ള ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. സോ അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് നമുക്ക് 4180 ആണ് നമ്മളുടെ സപ്പോർട്ട് റീജിയൻ എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും എക്സ്പെക്റ്റഡ് ഗോൾ ടു എന്താ പറയുക മുകളിലോട്ട് പോകാനായിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ് കൂടുതലും ഉള്ളത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ 4200 4180 എന്ന് പറയുന്ന 2 സോൺസ് ആണ് നമുക്ക് സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ബെറ്റർ ബൈ പൊസിഷൻ 4180 അവിടെയാണ്. സോ അവിടെ 4180 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 4160 താഴെ ഓൾമോസ്റ്റ് ഒരു 55 റീജിയൻ, ഒരു $25 സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, അങ്ങനെ വെക്കുന്ന ആൾക്കാർ 1:1.5 റേഷ്യോയിലോ 1:2 റേഷ്യോയിലോ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോയാലും മതി. ഓക്കെ, സോ എക്സ്പെക്റ്റഡ് എന്താ പറയുക ഇന്നത്തെ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4180 ടു 4140 45 ഒരു എക്സ്റ്റെൻഡഡ് ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ 4100 അല്ല ഞാൻ പറഞ്ഞ കേട്ടോ, 4180 ടു 4240 അല്ലെങ്കിൽ 4260 വരെയൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് കൂടുതലും ഉള്ളത്. ഓക്കെ, സപ്പോസ് 4260 ബ്രേക്ക് ചെയ്താൽ, ഓക്കെ 4260 ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആയിട്ടുള്ള 4 അവർ ക്യാൻഡിൽസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ ഉറപ്പായിട്ടും മാർക്കറ്റ് നല്ല രീതിയിലുള്ള ഒരു അപ് ട്രെൻഡ് വീണ്ടും കാണിക്കുകയും അത് ഫർദർ കേസിൽ 4200
4300, നമ്മളുടെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 4380 റേഞ്ചിലോട്ടൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റിയും കൂടുതലാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. കാരണം നമ്മളുടെ റഷ്യ ഉക്രൈൻ വാറിനകത്ത് പ്രത്യേകിച്ച് ഒരു സമാധാനവും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കേസ് കൺസിഡർ ചെയ്യുമ്പോൾ. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, ഉറപ്പായിട്ടും ഗോൾഡിനെ ബാധിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് US നിന്ന് വരുന്ന ഡേറ്റ. ഓക്കെ, US പ്രസിഡന്റ് എങ്ങാനും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, സോ ബേസിക്കലി യൂറോപ്യൻ ലീഡേഴ്സിന് ഈ വാർ കൂടുതൽ നാളെ കൊണ്ടുപോകണം എന്നുള്ളതാണ് അവരുടെ എന്താ പറയുക, അവർക്ക് വേണ്ടുന്ന കാര്യം. അവർക്ക് വേണ്ടുന്നത് വാർ ഉണ്ടാവുക അല്ലെങ്കിൽ ആൾക്കാർ മരിക്കുക എന്നുള്ളതൊന്നുമല്ല. അവർക്ക് വാർ കൂടുതൽ നാൾ പോകുമ്പോൾ അവരുടെ ആയുധങ്ങൾ വിറ്റുപോകും എന്നുള്ളൊരു കാര്യമാണ് യൂറോപ്യൻ ലീഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ബേസിക്കലി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അനൗൺസ്മെന്റ്സ് US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഉറപ്പായിട്ടും അത് മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ യൂറോപ്യൻ ലീഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അനൗൺസ്മെന്റുകൾ വന്നു കഴിഞ്ഞാൽ അതും മാർക്കറ്റിനെ, പ്രത്യേകിച്ച് ഗോൾഡിന്റെ കൗണ്ടറിനെയും യൂറോയുടെ കൗണ്ടറിനെയും, ഈ രണ്ട് US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന കമന്റ്സും അതേപോലെ യൂറോപ്യൻ ലീഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന കമന്റ്സും എന്താ പറയുക, ഗോൾഡിന്റെ കൗണ്ടറിലും യൂറോയുടെ കൗണ്ടറിലും ഡയറക്ട്ലി അഫക്റ്റ് ചെയ്ത് പോകും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ നമ്മളുടെ ഗോൾഡിന്റെ ഇന്നത്തെ റേഞ്ച് 4180 to 4260 ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ 4180 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 4140, 4135 റേഞ്ചിലൊക്കെ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഇല്ല എന്നുള്ള ആൾക്കാർക്ക് 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, സോ ഒരു ബ്രേക്ക് ഔട്ട് 4260 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഫർദർ അപ്സൈഡിലോട്ട് പോവുകയും 4300, 4380 റേഞ്ചിലോട്ടാണ് അടുത്ത എന്താ പറയുക ഒരു എക്സ്റ്റെൻഡഡ് എന്താ പറയുക മാർക്കറ്റ് മൂവ്മെന്റ് എന്ന് കഴിഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മൾ എല്ലാ ദിവസവും തുടങ്ങുന്നത് പോലെ നമ്മളുടെ JPYയിലോട്ട് പോകാം. JPY ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 154.82 ഓക്കെ, സോ JPY നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, JPY 156 ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിസ് ഈസ് എ പോസിബിലിറ്റി ഫോർ മാർക്കറ്റ് ഗോയിങ് ഡൗൺ എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതേപോലെ തന്നെ സംഭവിച്ചു. 156 അവിടെ റെസിസ്റ്റ് ചെയ്തു, അവിടുന്ന് സെൽ ഓർഡർ ഇല്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു. മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്, അതുകൊണ്ടിട്ടാണ് സെൽ ഓർഡർ ഇടണ്ട എന്ന് പറഞ്ഞത്. ഓക്കെ, ചില ആൾക്കാർ സെൽ ഓർഡർ ഇട്ടിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുക, മാർക്കറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, കാരണം മെയിനായിട്ടുള്ളൊരു ഒരു എന്താ പറയുക ഫണ്ടമെന്റൽ സൈഡിൽ നിന്ന് നമ്മൾ നമ്മളുടെ USD JPY നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാൽ ജാപ്പനീസ് യെൻ USD JPY എന്ന് പറയുന്ന കറൻസി താഴോട്ടാണ് പോവുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അങ്ങനൊരു ന്യൂസ് വരാൻ കിടപ്പുണ്ട്. ഡിസംബർ 18-19 റേഞ്ചിലാണ് ആ ഒരു ന്യൂസ് വരുന്നത്. സോ ആ ഒരു ന്യൂസ് വരുമ്പോൾ അങ്ങനെ ഒരു ന്യൂസ് വന്ന് ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാൽ USD JPYയുടെ റേറ്റ് താഴോട്ട് പോകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ USD JPYയിൽ ട്രേഡ് എടുക്കാൻ. പക്ഷേ അതിൻ്റെ ഒരു സൂചന മാത്രമാണ്. ഡിസംബർ 1 അതിൻ്റെ സൂചന വന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഉറപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ അതിനകത്തൊന്ന് കോഷ്യസ് ആയിരിക്കണം. അതുകൊണ്ടിട്ട് തന്നെ ബൈ എൻട്രി എടുക്കുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു കാരണവശാലും ട്രേഡ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ USD JPYയിൽ നമ്മളുടെ ഇന്നത്തെ എൻട്രി പോയിന്റ് നമുക്കറിയാം. ഒരു ക്യാൻഡിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 1 hour ക്യാൻഡിൽ 155 താഴെയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇന്നലെ നമുക്ക് 155 അവിടെ ആ ഒരു എന്താ പറയുക സൈക്കോളജിക്കൽ സപ്പോർട്ട്, ആ ഒരു മൈനർ സൈക്കോളജിക്കൽ സപ്പോർട്ട് റെസിസ്റ്റ് ചെയ്യുകയും മാർക്കറ്റ് ഒരു ചെറിയൊരു ബൗൺസ് ബാക്ക് 155.50 വരെയൊക്കെ ഇന്നലെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഇന്ന് നമുക്ക് മാർക്കറ്റ് 155 താഴെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുകയും ചെയ്യാം. സോ ഇനി എന്ത് എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. ഓക്കെ, 2 എൻട്രീസ് ആണ് നമുക്കുള്ളത്. അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് 154.50 അടുത്ത്. ഓക്കെ, സോ 154.40 to 154.60 ഇടയ്ക്ക് വെച്ചിട്ടുള്ളൊരു എൻട്രിയാണ്.
ഓക്കെ, അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക 154.20 അവിടെ ഒരു 20 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ് മാത്രം വെച്ച് അവിടുന്ന് വേണമെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം നമ്മളുടെ മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 154 എന്ന് പറയുന്ന റേഞ്ച്, അത് 154 തന്നെ കറക്റ്റായിട്ട് വന്ന് നിൽക്കുകയൊന്നുമില്ല കേട്ടോ. 154.1 154.2 റേഞ്ചിൽ വന്ന് നിൽക്കുകയും അവിടെ നിന്ന് നമുക്കുള്ളൊരു ബൈ എൻട്രി കിട്ടുകയും ചെയ്യും. അങ്ങനെ ബൈ എൻട്രി എടുക്കുന്ന ആൾക്കാർ 153.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ടും വെച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റും വെച്ചിട്ട് മാത്രമേ ഈ ഒരു ട്രേഡ് എൻട്രി എടുക്കാനും പാടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് USD JPYയിൽ പറയാനായിട്ടുള്ള കാര്യം. നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ 1.1680 എന്ന് പറയുന്ന റേഞ്ചിൽ യൂറോ നിൽക്കുന്നു. ഓക്കെ, സോ യൂറോപ്യൻ സോണിൽ നിന്ന് ഓക്കെ വാറിനെ സംബന്ധിക്കുന്ന ന്യൂസുകൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പീച്ച് ലഗാർഡിൻ്റെ ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ചിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മാർക്കറ്റ് 1.1600 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയും ചെയ്യും അല്ലേ. സോ ബേസിക്കലി എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ 1.1600 അവിടെയാണ് നമുക്ക് ബൈ എൻട്രി ഉള്ളത്. 1.1580 താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ടൈറ്റായിട്ട് വെച്ചാൽ മതിയാവും. ഓക്കെ, സോ 1.1580 താഴെയായിട്ട് നമുക്ക് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യാം. ഓക്കെ, സോ ആ ഒരു കേസിൽ നമ്മൾ എക്സ്പെക്റ്റഡ് 1:1.5 റേഷ്യോയിൽ നിങ്ങൾക്ക് ടേക്ക് പ്രോഫിറ്റ് വെക്കാം. ഇല്ലാത്ത പക്ഷം 1.1680 1.1690 1.1700 ഈ സ്ഥലങ്ങളാണ് നമ്മളുടെ ടേക്ക് പ്രോഫിറ്റ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് യൂറോയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBPയെ ബേസ് ചെയ്തിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള കുറേ ഇഷ്യൂസ് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ റൂളിംഗ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഉള്ള കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഒരു ഫണ്ടമെന്റൽ സൈഡിൽ നിന്ന് നമ്മൾ GBP USDയിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ഉറപ്പായിട്ടും ബൈ സൈഡ് മാത്രമേ ഉള്ളൂ. ബൈ എൻട്രി എടുക്കുമ്പോൾ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ ബൈ എൻട്രി എടുക്കുക. GBP USDയിലുള്ള ബൈ എൻട്രി എന്ന് പറയുന്നത് 1.3300 ആണ്. 1.33434 നിൽക്കുന്നു. 1.3300 എന്ന് പറയുന്നതാണ് നമുക്കുള്ള ബൈ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്നത്തെ എക്സ്പെക്റ്റഡ് നമ്മളുടെ USD JPYയുടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ 1.3270 വരെയൊക്കെ മാർക്കറ്റ് പോയേക്കാം. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ 1.3300 അവിടുന്ന് ബൈ എടുക്കുന്ന ആൾക്കാർ 1.3270 താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് വെക്കാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ഇന്നലെയും ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.3200 അവിടുന്ന് ബൈ ചെയ്തെടുത്തിട്ട് 1.3180 സ്റ്റോപ്പ് ലോസ് വെച്ച് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയെന്ന്. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം 1.3180 വരെ മാർക്കറ്റ് പോയിട്ടുള്ളൂ മെനഞ്ഞാന്ന്. ഓക്കെ, സോ ഈ ആഴ്ച തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെ വരെ പോയി മാർക്കറ്റ്? 1.31791. ഓക്കെ, സോ 1.3180 അവിടെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാൻ അതിൻ്റെ താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ 1.3170 ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറഞ്ഞത് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ബേസിക്കലി ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത് 1.3300 ബൈ എടുക്കുന്ന ആൾക്കാർ 1.3270 താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ അത് മറക്കാതിരിക്കുക. 1:1.5 റേഷ്യോയിൽ നിങ്ങൾ ടേക്ക് പ്രോഫിറ്റും വെക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു 50 പിപ്പാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെങ്കിൽ 7.5 പിപ്സ് 75 പിപ്പെങ്കിലും 75 പിപ്സ് എങ്കിലും ടേക്ക് പ്രോഫിറ്റ് വെക്കുക മിനിമം. ഇത് രണ്ടും ഡിഫൈൻ ചെയ്ത് മാർക്കറ്റിലോട്ട് ഇറങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇത് രണ്ടും ഡിഫൈൻ ചെയ്താൽ പിന്നെ മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഇമോഷൻസ് വർക്ക് ചെയ്യത്തില്ല. നമുക്ക് ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും, ഒന്നെങ്കിൽ ടേക്ക് പ്രോഫിറ്റ് അടിക്കും അല്ലേ. സോ ബേസിക്കലി നമ്മൾ പറയുന്ന
പറയുന്ന ഓപ്പർച്യൂണിറ്റീസിനകത്ത് 5-5 ആണെങ്കിലും ഓക്കെ, 5 പ്രോഫിറ്റും 5 ലോസ് ആണെങ്കിലും നമുക്ക് 1:1.5 റേഷ്യോയിലെങ്കിലും നമ്മൾ ഈ പറയുന്ന ട്രേഡ് എടുത്താൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാം ഇൻ ആൻ ആവറേജ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഉറപ്പായിട്ടും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ കോഴ്സ് കാണുക, കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതിന് മുന്നേയായിട്ട് ഒരൊറ്റ കാര്യം കൂടെ, ഒരുപാട് ആൾക്കാർ ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ട്, ഏത് ബ്രോക്കറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു പോകണം, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. ഓക്കെ, സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റെഗുലേഷൻസും, നമ്മൾ ഏതൊരു ബ്രോക്കറോ നിങ്ങൾ എടുത്തോ, ഓക്കെ, ഇപ്പം നിങ്ങൾ സ്റ്റാർ ട്രേഡർ തന്നെ തുടങ്ങണമെന്നൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടത് നിങ്ങൾ ആ കമ്പനിയുടെ റെഗുലേഷൻ ആണ്, ആ കമ്പനി റെഗുലേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളൊരു കാര്യം നോക്കണം. ഓക്കെ, സോ റെഗുലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ പറയുക, UAE ബേസ് ചെയ്തിട്ടുള്ള സ്കാഡ് റെഗുലേഷൻ ഉള്ള ബ്രോക്കറാണ്. അതേപോലെ തന്നെ ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷൻ ഉള്ള ബ്രോക്കറാണ്. സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള FSCയുടെ റെഗുലേഷൻ ഉള്ള ബ്രോക്കറാണ്. സോ ഇത് മൂന്നും വളരെ വലിയ ഒരു റെഗുലേഷൻ ആണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ പറയുക, കമ്പനി നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും എന്താ പറയുക സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് ഓപ്ഷണലാണ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് പോവുകയും ചെയ്യാം. കമ്പനി തരുന്നൊരു പ്രൊമോഷൻ ഉണ്ട്, ഡെപ്പോസിറ്റ് ബോണസ്. ഓക്കെ, സോ ഡെപ്പോസിറ്റ് ബോണസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ $1000 100% ബോണസും ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസുമാണ് കമ്പനി തരുന്നത്. ഓക്കെ, സോ അതായത് ഒരു $1000, അതായത് യൂറോപ്യൻ കസ്റ്റമേഴ്സിനാണ് കേട്ടോ, $1000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഓൾമോസ്റ്റ് $2000 ട്രേഡ് ചെയ്യാം. ബാക്കിയുള്ള $1000 കൂടുതൽ എത്രയാണ് വിടുന്നത് അതിൻ്റെ 20% ബോണസും തരും. എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസ് തരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സോ ഇന്ത്യൻ ക്ലയൻസ് അല്ലെങ്കിൽ യൂറോപ്പിലല്ലാത്ത ബാക്കിയുള്ള ക്ലയൻസിന് ആദ്യത്തെ $500 50% ബോണസും ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ 20% ബോണസുമാണ് കമ്പനി തരുന്നത്. എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസ് കമ്പനി തരികയും ചെയ്യും. സോ ഈ ഒരു ബോണസ് ഓഫർ ഉള്ളത് 31 December 2025 വരെയാണ്. സോ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ അക്കൗണ്ട് എടുത്ത് പോകണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.